പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പാചകവാതക ക്ഷാമം രൂക്ഷമായി തുടരുന്നു. ലഭ്യതക്കുറവിന്റെ പശ്ചാത്തലത്തിൽ ഗ്രാമീണ മേഖലയിൽ സിലിണ്ടർ ബുക്കിംഗിനുള്ള ഇടവേള 45 ദിവസമായി വർദ്ധിപ്പിച്ചു. നേരത്തെ ഇത് 25 ദിവസമായിരുന്നു. രാജ്യത്തെ LPG ഉൽപാദനം വർദ്ധിപ്പിച്ചു. പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ LPG ഉൽപാദനം കൂട്ടാൻ കേന്ദ്ര സർക്കാർ എണ്ണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയതോടെ 25% വർദ്ധിച്ചു. അതിനു പിന്നാലെ ഇന്നലെ മുതൽ ഉൽപാദനം 28%ആയും ഉയർത്തി. വാണിജ്യ സിലിണ്ടറുകൾക്ക് പകരം കൽക്കരി, മണ്ണെണ്ണ എന്നിവ ഉപയോഗിക്കാൻ റെസ്റ്റോറന്റുകൾക്ക് അനുമതി നൽകി. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാചകവാതക പ്രതിസന്ധി രൂക്ഷമായതോടെ രാജ്യത്ത് പലയിടത്തും അടച്ചിട്ട ഹോട്ടലുകളുടെ എണ്ണം കൂടുന്നതിനിടെയാണ് കേന്ദ്രത്തിന്റെ അനുമതി. കരിഞ്ചന്തയിൽ ഒരു സിലിണ്ടറിന്റെ വില 5000 രൂപയിലേക്ക് ഉയർന്നതോടെ പല ഹോട്ടലുകളും വിറകടുപ്പിലേക്ക് മാറിയിരുന്നു. കൽക്കരി, മണ്ണെണ്ണ എന്നിവ ഉപയോഗിക്കാൻ അനുമതി നൽകിയതോടെ ഹോട്ടൽ പ്രശ്നത്തിൽ ചെറിയ രീതിയിലെങ്കിലും പരിഹാരമായി. ഖത്തർ, UAE, സൗദി അറേബ്യ, കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പകരമായി അമേരിക്ക, നോർവേ, കാനഡ, അൾജീരിയ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ഇന്ധനം എത്തിക്കാൻ നടപടി തുടങ്ങി. ആഭ്യന്തര ഉപഭോക്താക്കൾക്കുള്ള LPG സിലിണ്ടറുകളുടെ വിതരണം തടസ്സമില്ലാതെ ഉറപ്പാക്കുമെന്ന് കേന്ദ്രം അറിയിച്ചു. പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും ഒഴിവാക്കുന്നതിനായി മുൻഗണനാക്രമത്തിൽ വിതരണം ചെയ്യേണ്ട ഗുണഭോക്താക്കളുടെ പട്ടിക തയ്യാറാക്കാൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു. രാജ്യത്തുടനീളം 25,000 വിതരണക്കാർ വഴി പ്രതിദിനം ഏകദേശം 50 ലക്ഷം സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്നുണ്ട്. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വം കണക്കിലെടുത്ത് ഇന്ധനം മിതമായി ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട്. ആശുപത്രികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പുറമെ മറ്റു വാണിജ്യ ഉപഭോക്താക്കൾക്കും നിയന്ത്രിത അളവിൽ LPG സിലിണ്ടറുകൾ വിതരണം ചെയ്യും. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് 13 ദിവസമായി അടഞ്ഞുകിടക്കുന്നത് ഇന്ത്യയുടെ ഇന്ധന ഇറക്കുമതിയെ ബാധിച്ചു. ഇന്ത്യയുടെ LPG ആവശ്യകതയുടെ 60% ഇറക്കുമതി ചെയ്യുന്നതാണ്. ഇതിൽ 90% വരുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണെന്നതാണ് നിലവിലത്തെ പ്രതിസന്ധിക്ക് കാരണം. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.